വന്ദേ മാതരമംബികാം ഭഗവതിം വാണീം രമാം സേവിതാം കല്യാണീം കമനീയകൽപ്പലതികാം കൈലാസവാസപ്രിയാം വേദാന്തപ്രതിപാദ്യമാനവിഭവാം വിദ്യുന്മനോരഞ്ജിനീം ശ്രീചക്രാങ്കിതരത്നപീഠനിലയാം ശ്രീ രാജരാജേശ്വരീം മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം സപ്തമസ്കന്ധം 11-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. അരുണൻ എന്ന് പറഞ്ഞ സൂര്യവംശത്തിലെ രാജാവ് തൻ്റെ പുത്രനായിട്ടുള്ള സത്യവ്രതനെ കാട്ടിൽ നിന്നും വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള സത് ഉപദേശങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിനെ തൻ്റെ പിൻഗാമിയായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. വിളിച്ച് മകനെ അടുത്തിരുത്തിക്കൊണ്ട് എപ്രകാരമാണ് ധർമ്മനിഷ്ഠയോടുകൂടി ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. തുടർന്ന് പറയുന്നു, ഹേ പുത്ര, ശത്രു എത്ര നിസ്സാരമാണെങ്കിലും ഒരു പ്രകാരത്തിലും അവനെ കണ്ടില്ല എന്ന് വയ്ക്കരുത്. അതേമാതിരി ശത്രു പക്ഷത്തോട് ചായ്വുള്ള ചാരന്മാരെയും വിശ്വസിക്കരുത്. മിത്രങ്ങളാണോ അല്ല ശത്രുക്കളാണോ എന്ന് ചിന്തിക്കാതെ ചാരന്മാരെയെല്ലാം വേണ്ടത് പ്രകാരം നിയമിക്കണം. ധർമ്മത്തിൽ സദാ ബുദ്ധി ഉണ്ടാവണം. ദുഷ്ടസംസർഗമുണ്ടാവരുത്. യജ്ഞങ്ങൾ യാഗങ്ങൾ ഒക്കെ നടത്തി ഭഗവാനെയും ദേവിയെയും മഹർഷിമാരെയും ബ്രാഹ്മണരെയും ഒക്കെ യഥാവിധി പൂജിക്കണം. സ്ത്രീയെയും ചൂതുകളി മുതലായിട്ടുള്ള താല്പര്യമുള്ള ഒരു വിഷയങ്ങളിലും ഈടുപെടരുത്. അങ്ങനെയുള്ള വേണ്ടാത്ത ദുസ്സംസർഗങ്ങളുള്ളവരുമായിട്ട് കൂട്ടുകൂടരുത്. ജനക്ഷേമത്തിന് വേണ്ടി മാത്രമായിരിക്കണം വനത്തിൽ പോയി നായാട്ട് ചെയ്യുന്നത്, അല്ലാതെ കണ്ട് അതിൽ അത്യാസക്തി ഉണ്ടാവരുത്. മദ്യപാനം, ചൂതുകളി, വേശ്യാസ്ത്രീകളുമായിട്ടുള്ള സംസർഗങ്ങൾ മുതലായവ ഒരിക്കലും ഉണ്ടാവരുത്. പ്രജകളെ വേണ്ടമാതിരി രക്ഷിക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങളെല്ലാം വിദ്യാമണ്ണം ചെയ്ത് നിത്യാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ചെയ്ത് പരാശക്തിയെ ഭക്തിയോടെ പൂജിക്കണം. പരാശക്തിയുടെ പാദാർച്ചനയാണ് ജന്മസാഫല്യം എന്ന് പറയുന്നത്. അങ്ങനെ ദേവിയെ പൂജിച്ച് ആരാണോ വേണ്ടമാതിരി ഉപാസിക്കുന്നത് അവർക്ക് വീണ്ടും മാതൃഗർഭത്തിൽ ജനിക്കേണ്ടി വരില്ല എന്നുള്ളത് തീർച്ചയാണ്. അവർക്ക് വീണ്ടും ജന്മമുണ്ടാവില്ല. മോക്ഷം അഥവാ മുക്തി ആ ഭഗവതി ജഗദംബ കൊടുത്ത് അനുഗ്രഹിക്കണു എന്നുള്ളത് തീർച്ചയാണ്. ദൃശ്യമായിട്ടുള്ള സകലതും ദ്രഷ്ടാവും സാക്ഷിയും ആ മഹാദേവി തന്നെയാണ് എന്ന് മനസ്സിലാക്കൂ. നിത്യകർമ്മങ്ങളെ യഥാവധി നിർവഹിച്ച് സദസ്സിൽ ചെന്ന് ബ്രാഹ്മണരെ വിളിച്ച് ധർമ്മശാസ്ത്രത്തിലെ വിധികളെപ്പറ്റിയൊക്കെ ചോദിച്ചറിയണം. പണ്ഡിതന്മാരെ പൂജിക്കണം. ഗോക്കള, ഭൂമി, ധനം തുടങ്ങിയ അവയൊക്കെ പാത്രമറിഞ്ഞ് സജ്ജനങ്ങൾക്ക് വേണ്ടത് പ്രകാരം ദാനം ചെയ്യണം. അവിദ്വാനായിട്ടുള്ള ബ്രാഹ്മണരെ ഒരിക്കലും പൂജയ്ക്ക് അർഹരല്ല. മൂർഖനായിട്ടുള്ള ഒരുത്തന് ഒരിക്കലും വേണ്ടതിലധികം ഒന്നും കൊടുക്കരുത്.
ലോഭം കാരണം ഒരിക്കലും ധർമ്മലംഘനം നടത്തരുത്. വിപ്രന്മാരെ ഒരിക്കലും അപമാനിക്കരുത്. ഭൂദേവന്മാരായിട്ടുള്ളവർ പൂജ്യരാണ്. വെള്ളത്തിൽ നിന്ന് അഗ്നിയും ബ്രാഹ്മണനിൽ നിന്ന് ക്ഷത്രിയനും പാറയിൽ നിന്ന് ലോഹവും ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. സർവത്ര വ്യാപിച്ചിരിക്കുന്ന അവരുടെ തേജസ് അതിന് കാരണമായി തീർന്ന വസ്തുവിൽ തന്നെ ആണ് അടങ്ങുന്നത്. അതുകൊണ്ട് ഐശ്വര്യം ആഗ്രഹിക്കുന്ന രാജാവ് പ്രത്യേകിച്ചും ബ്രാഹ്മണരെ, മഹാത്മാക്കളെ, ഋഷികളെ വിനയപൂർവം ദാനം മുതലായവ ചെയ്ത് അവരെ പൂജിച്ച് അവരുടെ അനുഗ്രഹം നേടേണ്ടതാണ് എന്നുള്ളത് മറക്കരുത്. ധർമ്മശാസ്ത്ര വിധികൾ അനുസരിച്ച് ന്യായാന്യായങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ദണ്ഡനീതിയൊക്കെ നടപ്പാക്കണം. ന്യായമായിട്ടുള്ള ധനം കൊണ്ടുവേണം ഭണ്ഡാരം പോഷിപ്പിക്കാനായിട്ട്. അന്യായമായിക്കൊണ്ട് ധനപോഷണത്തിനായിട്ട് ആരെയും തന്നെ ദ്രോഹിക്കരുത്, കഷ്ടപ്പെടുത്തരുത് മുതലായിട്ടുള്ള കാര്യങ്ങളെയൊക്കെയാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇതിപ്പോൾ എന്തിനാ ദീർഘമായിട്ട് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തിൽ പറഞ്ഞാൽ മതി ഇല്ലേ? ആ ധർമാധർമ്മങ്ങളെയൊക്കെ രാജാവ് ആചരിക്കേണ്ട ധർമാധർമ്മങ്ങളെയൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു ഒരൊറ്റ വാക്കിൽ. പക്ഷെ എന്താ ഇപ്പം ദീർഘമായിട്ട് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? ആ ഒരു രാജാവ്, രാജ്യം ഭരിക്കുന്നവർ എപ്രകാരത്തിലുള്ളവരായിരിക്കണം, എപ്രകാരത്തിലുള്ളവരായിരുന്നാൽ ആ രാജ്യം സമ്പൽ സമൃദ്ധിയോടും രാജ്യത്തിലുള്ള പ്രജകൾ സന്തോഷത്തോടും സന്തുഷ്ടിയോടും കൂടിയിരിക്കും, എപ്രകാരം ആയിരിക്കരുത് എന്നുള്ളതിനെ ഇവിടെ പണ്ട് രാജാക്കന്മാർ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നു എന്നുള്ളതിനെ കാണിച്ചു തരിക. അവർ ചെയ്തിരുന്നു എന്നുള്ള മാത്രമല്ല, അവരുടെ പിൻഗാമികളെയും പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കി ആ പൂർവികർ പോയ വഴിയിൽ കൂടി പോകാനായിക്കൊണ്ട് അവർക്ക് വേണ്ട ഉപദേശവും കൊടുത്തിരുന്നു എന്നുള്ളതിനെ നമ്മുടെ പുരാണങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ലോകക്ഷേമത്തിനായിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ നന്നായി അറിഞ്ഞു വേണം ഭരണാധികാരികൾ രാജ്യം ഭരിക്കാനായി. അതിനെ അറിഞ്ഞുകൊണ്ട് ശാസ്ത്രാദികളെ മനസ്സിലാക്കി അപ്രകാരം ധർമ്മിഷ്ഠരായിക്കൊണ്ട് രാജ്യഭരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിലുള്ള പ്രജകളെല്ലാം സുഖവും സൗഖ്യവും സന്തോഷത്തോടും കൂടി വർത്തിക്കും എന്നിവിടെ കാണിച്ചു തരികയാണ്. ഇതോടുകൂടിയിട്ട് 11 അധ്യായം അവസാനിച്ചു. അടുത്ത 12 അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നാളെ മുതൽ അവലോകനം ചെയ്യാം. ശ്രീ മഹാദേവ്യൈ നമഃ.